ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള CPM സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനുള്ള ആദ്യഘട്ട ചർച്ച ഇന്ന് തുടങ്ങും. പാർട്ടി മത്സരിക്കുന്ന 15 സീറ്റുകളിലും അണിനിരത്താൻ കഴിയുന്നവരെ സംബന്ധിച്ചുള്ള പ്രാഥമിക പട്ടിക സെക്രട്ടേറിയറ്റ് തയ്യാറാക്കും. പരിചയസമ്പത്തുള്ള മുതിർന്ന നേതാക്കളെയും യുവാക്കളെയും ചില MLA-മാരെയും കളത്തിലിറക്കാനാണ് ആലോചന. ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, പടക്കുതിരകളുണ്ടാവും, പുതുമുഖങ്ങളുണ്ടാവും, പരിചയസമ്പന്നരുണ്ടാവും. MLA-മാരെ തന്നെ വേണ്ടി വന്നാൽ കളത്തിലിറക്കും. CPM ഈ തെരഞ്ഞെടുപ്പ് അത്രമേൽ നിർണായകമാണല്ലോ അല്ലേ? അരുൺ, വളരെ നിർണായകമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ അണിനിരത്തുക എന്നതാണ് CPM നേതൃത്വം കാണുന്ന കാര്യം. ഇതിന്റെ ഭാഗമായുള്ള ചർച്ച രാവിലെ ആരംഭിച്ചു കഴിഞ്ഞു. 9:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ AKG സെന്ററിൽ എത്തിയിട്ടുണ്ട്. ഇവിടെയുള്ള കേരളത്തിലെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ പ്രത്യേകമായി 9:30 യോഗം ചേർന്ന് ഈ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട ഒരു പ്രാഥമിക ആലോചന പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾക്കിടയിൽ നടക്കും. അതിനുശേഷമാണ് 10 മണിക്ക് സെക്രട്ടറി യോഗം ആരംഭിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രിയും CPM സംസ്ഥാന സെക്രട്ടറിയും PB അംഗവുമായ MV ഗോവിന്ദൻ മാസ്റ്റർ, A വിജയരാഘവൻ, PB അംഗം A വിജയരാഘവൻ, PB അംഗം MA ബേബി എന്നിവരെല്ലാം AK സെന്ററിൽ എത്തിയിട്ടുണ്ട്. ആദ്യം PB അംഗങ്ങൾക്കിടയിൽ ഉള്ള ഒരു ആലോചന നടക്കും. ആ ആലോചനയിൽ ഉണ്ടാകുന്ന ധാരണ പ്രകാരമായിരിക്കും സെക്രട്ടറി യോഗത്തിലേക്ക് പോവുക. അതുകൊണ്ട് ഈ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട പൊതു മാനദണ്ഡങ്ങൾ, അതായത് എത്ര MLA-മാരെ മത്സരിപ്പിക്കണം, ഇനി മന്ത്രിസഭയിൽ നിന്ന് ആരെങ്കിലും ലോക്സഭയിലേക്ക് മത്സരിപ്പിക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ എത്ര വനിതകളാകാം, കേരളത്തിലെ 15 സീറ്റിൽ എത്ര വനിതകൾക്ക് പ്രാതിനിധ്യം നൽകാം, എത്ര യുവാക്കൾക്ക് പ്രാതിനിധ്യം നൽകാം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ PB യോഗത്തിലെ ചർച്ചയിൽ ധാരണയാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ആ ധാരണ പ്രകാരമായിരിക്കും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ച തുടങ്ങാൻ പോകുന്നത്. എന്തായാലും രാവിലെ 9:30 ഇപ്പോൾ മുഖ്യമന്ത്രിയും മറ്റ് PB അംഗങ്ങളും എത്തിയിട്ടുണ്ട്. ശരി ശ്രീജിത്ത്, നമുക്ക് അല്പസമയത്തിനുള്ളിൽ ഇതിന്റെ ധാരണകൾ, പ്രാഥമിക ലിസ്റ്റിൽ ആരൊക്കെയാണ് പെട്ടിരിക്കുന്നത് എന്ന വിവരം ശ്രീജിത്ത് നൽകും. ശ്രീജിത്താണ് നമുക്കൊപ്പം ചേർന്നത്.